ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കും. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ലോങ് വീഡിയോ ആണ്. ഒരു കേക്കെന്ന് പറയണോ ബ്രെഡെന്ന് പറയണോ എന്ന് സംശയമാണ്. ശരിക്കും ഇതിൻ്റെ പേര് ജിഞ്ചർ ബ്രെഡ് എന്നാണ്. പക്ഷേ എന്നാൽ ഒരു കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ഞാനിത് ഫസ്റ്റ് ടൈം കഴിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ക്രിസിൻ്റെ അമ്മയോട് പറഞ്ഞ ആൻറ്റി എനിക്കൊന്ന് ഉണ്ടാക്കിയൊന്ന് ഇതിൻ്റെ റെസിപ്പി ഒന്ന് കാണിച്ചു തരണേ, അപ്പോൾ എനിക്ക് വീട്ടിൽ പോയിട്ടായാലും ഉണ്ടാക്കാമല്ലോ എന്ന്. അപ്പോൾ ആൻറ്റി ഞാൻ പറഞ്ഞ അന്ന് തന്നെ എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ആദ്യം നമ്മളൊരു പാത്രം എടുത്ത് ഒരു ഫുൾ ബട്ടർ 100 ഗ്രാം ബട്ടറാണ് ഇട്ടത്. 100 ഗ്രാം ബട്ടറും 1 കപ്പ് പഞ്ചസാരയും 4 സ്പൂൺ ഹണിയും ഇട്ടിട്ട് ബട്ടർ ഒന്ന് ഉരുകുന്നത് വരെ ഒന്ന് ചൂടത്ത് വെച്ചൊന്ന് ചൂടാക്കിയിട്ട് അത് തണുപ്പിക്കാനായിട്ട് വെക്കണം. ആ സമയം കൊണ്ട് നമ്മൾ 5 മുട്ട എടുത്ത് പൊട്ടിച്ച് മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആക്കി മാറ്റി. എന്നിട്ട് ആ തണുത്ത നമ്മൾ ഉരുക്കി വെച്ച മിക്സ്ചറിലേക്ക് ഇവരൊരു പൊടിയിടും. അത് വാങ്ങിക്കാൻ കിട്ടുന്ന പൊടിയാണ്. പക്ഷേ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നട്ട്മഗ്, ജാതിക്കായുടെ കുരുവും തക്കോലവും സിനമൺ, അതായത് നമ്മുടെ കറുവപ്പട്ടയും കൂടെ പൊടിച്ചതാണ് ആ പൊടി. അപ്പോൾ അത് ഫുൾ അവരിട്ട് ഏകദേശം 100 ഗ്രാം കാണും, അതിട്ടു. അതിനുശേഷം സ്വീറ്റ് ക്രീം, സോർ ക്രീം എന്ന് പറഞ്ഞിട്ടൊരു ക്രീം ചേർക്കുന്നുണ്ട്. അതിന് പകരം നമുക്ക് തൈര് ചേർത്താൽ മതിയാവും. അതിനുശേഷം ഈ നമ്മൾ പൊട്ടിച്ച് വെച്ച മുട്ടയുടെ മഞ്ഞ ചേർത്ത് ഇളക്കുന്നുണ്ട്. അതുപോലെ വെള്ളം നമ്മൾ എന്ത് ചെയ്യുന്നു, ബീറ്റ് ചെയ്ത് ക്രീമാക്കി അതും നമ്മൾ ഇതിനകത്തിലേക്ക് ഏറ്റവും ലാസ്റ്റിലാണ് ഇത് ആഡ് ചെയ്യുന്നത്. അപ്പം ക്രീമാക്കി വെക്കുന്നു. അപ്പോൾ ഇതോടൊപ്പം ആൻറ്റി മുമ്പേ ചേർത്തത് കൂടാതെ കുറച്ച് സിനമൺ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ബേക്കിംഗ് സോഡ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം 2 കപ്പ് മൈദ മാവാണ് ചേർക്കുന്നത്. അതിന് മുൻപ് നമ്മൾ കുറച്ച് യോഗർട്ട് ചേർക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കേർഡ് ചേർക്കുന്നത് കൊണ്ട് ഒട്ടും വെള്ളമില്ലാത്ത കേർഡ് വേണം ചേർക്കാൻ. അപ്പോൾ കേർഡ് ചേർക്കുന്നത് കൊണ്ട് യോഗർട്ട് ചേർക്കണമെന്ന് നിർബന്ധമില്ല. കേർഡ് കുറച്ച് കൂടുതൽ ചേർത്താൽ മതിയാവും. എന്നിട്ട് അതൊന്ന് ബീറ്റ് ചെയ്ത് കട്ടയൊക്കെ ഉടച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇങ്ങനത്തെ സാധനമൊന്നുമില്ലേ, നമ്മുടെ സാധാ വിസ്കിട്ട് തന്നെ ബീറ്റ് ചെയ്താൽ മതിയാവും. ഇവിടെ സ്ഥിരം ഉണ്ടാക്കുന്നതുകൊണ്ട് ഇവർക്ക് എല്ലാ എക്യുപ്മെൻറ്റ്സും ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് ശേഷം 2 കപ്പ് മൈദ ആഡ് ചെയ്ത് നന്നായിട്ട് കട്ടയില്ലാതെ അത് ചേർത്ത് എടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ മുട്ടയുടെ വെള്ള നമ്മൾ ബീറ്റ് ചെയ്ത് ക്രീം പോലെ ആക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് നമ്മൾ കറക്റ്റ് പാകമാക്കി നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഇത് എത്രത്തോളം നന്നായിട്ട് ഇത് മിക്സ് ആവുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ ഏകദേശം ആൻറ്റി ഒരു 10 മിനിറ്റോളം നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്കും കളറിലേക്കും എത്തണം. എന്നിട്ടാണ് ഇത് നമ്മൾ നേരെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാനായിട്ടെന്ന് വെച്ചാൽ ഓവനിൽ 200 ഡിഗ്രി ടെമ്പറേച്ചറിൽ 5 മിനിറ്റ് ആദ്യം ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം ഏകദേശം 40 മിനിറ്റ് ടൈം സെറ്റ് ചെയ്തിട്ടാണ് ആദ്യം നമ്മൾ വെച്ചത്. അപ്പോൾ ആദ്യം ബട്ടർ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച്, ബട്ടറൊന്നും തടവേണ്ട ആവശ്യമില്ല, നമ്മൾ ബട്ടർ പേപ്പർ വെക്കുന്നത് കൊണ്ട്. എന്നിട്ട് നമ്മളുടെ കേക്കിൻ്റെ ആ മിക്സ്ചർ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് അതിൻ്റെ എയറൊക്കെ കളഞ്ഞിട്ട് നമ്മൾ നേരെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഏകദേശം 40 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് നോക്കണം എങ്ങനെയായി എന്നുള്ളത്. 40 മിനിറ്റിന് ശേഷം അതിൻ്റെ മുകളിൽ അതിൻ്റെ ഒരു പേപ്പർ കൂടെ എടുത്ത് വെച്ച്, ബട്ടർ പേപ്പർ മുകളിലോട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെയും 180 ഡിഗ്രി ടെമ്പറേച്ചറിൽ 5 മിനിറ്റും കൂടി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് ഏകദേശം പെർഫെക്റ്റായിട്ട് നമുക്ക് ഈ കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കറക്റ്റ് മധുരമാണ്, ഒട്ടും മധുരം കൂടുതലല്ല. നമ്മൾക്ക് കൂടുതൽ മധുരം വേണ്ടവരാണെങ്കിൽ ഷുഗർ കൂട്ടി ഉപയോഗിക്കണം. കുറവാണ് ഇനി ഇത്ര പോലും വേണ്ട. പക്ഷേ ഇത് ശരിക്കും മധുരം തീരെ കുറവല്ല, എന്നാലും ഒരുപാട് മധുരവും അല്ല, എന്നാൽ തീരെ കുറവോ അല്ലാത്തൊരു സ്റ്റേജിൽ നമുക്ക് മധുരം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് ഇപ്പോൾ 1 കപ്പ് ഈ കാണിച്ച ഗ്ലാസ്സിൽ 1 കപ്പ് ഷുഗർ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ മധുരം വേണ്ടവർ അതിനനുസരിച്ച് മധുരം
കൂട്ടി എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.